السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ബദരി സഹാബാക്കളെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത്. കഴിഞ്ഞ പര്യടനങ്ങളും വിവിധ ജലസകളും കാരണത്താൽ ഇതിന്റെ തുടർച്ച നിന്നുപോയിരുന്നു. സെപ്റ്റംബർ 20 സഹാബാക്കളെക്കുറിച്ച് അവസാന ഖുത്ബ ഞാൻ നൽകിയത്. അതിൽ ഹസ്രത്ത് ഹുബൈബ് ബിൻ അദിയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ ചില ഭാഗങ്ങൾ വിവരിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്, ഷഹാദത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിൽ എന്റെ സലാം എത്തിക്കണമെന്ന് അള്ളാഹുവിനോട് ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ സഹാബാക്കളായിരുന്നു ഇക്കൂട്ടർ. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവരായിരുന്നു. അള്ളാഹു ഇക്കൂട്ടരോടും എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവർ അള്ളാഹുവിനോട് പറഞ്ഞു, നീ അല്ലാതെ ഇവിടെ മറ്റൊരു മാർഗവുമില്ല. നീ തന്നെ എന്റെ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലേക്ക് എത്തിക്കുക. അള്ളാഹു ആ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ ഒരു സദസ്സിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സലാമിന് വഅലൈക്കുമുസ്സലാം എന്ന് മറുപടി പറയുകയും ചെയ്തു. സഹാബാക്കളോട് ഇദ്ദേഹത്തിന്റെ ഷഹാദത്തിനെ കുറിച്ച് പറയുകയും ചെയ്തു. ഹസ്രത്ത് ഹുബൈബ് ബിൻ അദിയുടെയും കൂട്ടാളികളുടെയും ഷഹാദത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉമർ ബിൻ ഉമയ്യയെ മക്കയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകി. ഈ ആക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച അബൂ സുഫിയാനെ വധിക്കാൻ കൽപ്പന നൽകി. ആ വ്യക്തി ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മറ്റൊരു സഹാബി ജബ്ബാർ ബിൻ സഫർ അൻസാരിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അയച്ചു. ഇവർ രണ്ടുപേരും മക്കയിൽ നിന്നും 8 മൈൽ ദൂരത്തുള്ള യജൂജ് താഴ്വാരത്ത് ഒട്ടകത്തെ കെട്ടി രാത്രി സമയം മക്കയിൽ പ്രവേശിച്ചു. ഹസ്രത്ത് ജബ്ബാർ ഹസ്രത്ത് അമറിനോട് പറഞ്ഞു, നമുക്ക് കാബയുടെ തവാഫ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ 2 റക്അത്ത്
നമസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഹസ്രത്ത് അമർ പറഞ്ഞു, ഖുറൈശികളുടെ രീതി രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം അവർ വീടിന് പുറത്തുനിന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പിടിക്കപ്പെടരുത്. ഹസ്രത്ത് ജബ്ബാർ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. ഹസ്രത്ത് അമർ പറയുന്നു, പിന്നീട് ഞങ്ങൾ കഅബയെ തവാഫ് ചെയ്തു, 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നീട് ഞങ്ങൾ അബൂ സുഫ്യാനെ തിരഞ്ഞു നടന്നു. അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ നടന്നു പോവുകയായിരുന്നു. മക്കാവാസിയായ ഒരാൾ ഞങ്ങളെ കാണുകയും എന്നെ തിരിച്ചറിയുകയും ചെയ്തു. ആ വ്യക്തി പറഞ്ഞു, ഇത് അമർ ബിൻ ഉമയ്യ ആണ്. ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും ഇദ്ദേഹം വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുണ്ടായ സഹാബിയോട് പറഞ്ഞു, ഇവിടെ നിന്നും രക്ഷപ്പെടാം. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഞങ്ങൾ ഒരു മലയുടെ മുകളിൽ കയറി. അക്കൂട്ടരും ഞങ്ങളെ തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഞങ്ങൾ മലമുകളിൽ കയറിയപ്പോൾ അവർ നിരാശരായി തിരിച്ചുപോയി. പിന്നീട് ഞങ്ങൾ താഴെയിറങ്ങി ഒരു ഗുഹയിൽ കയറി. കല്ലുകൾ ശേഖരിച്ച് മുകളിലും താഴെയുമായി വെച്ചു. രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുകയും ചെയ്തു. രാവിലെ ആയപ്പോൾ കുതിരയുമായി ഒരു ഖുറൈശി അവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഗുഹയിൽ കയറി ഒളിച്ചു. ഞാൻ പറഞ്ഞു, ഈ വ്യക്തി നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബഹളമുണ്ടാക്കും. അതുകൊണ്ട് പിടിച്ച് വധിക്കുക തന്നെയാണ് ഉത്തമം. ഹസ്രത്ത് അമർ പറയുന്നു, ഞാൻ അബൂ സുഫ്യാന് വേണ്ടി തയ്യാറാക്കിയ ഒരു ആയുധം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ ആയുധം കൊണ്ട് ആ വ്യക്തിയുടെ നെഞ്ചിൽ ആക്രമിച്ചു. ആ വ്യക്തി ഉറക്കെ നിലവിളിക്കുകയും മക്കാവാസികൾ ആ നിലവിളി കേൾക്കുകയും ചെയ്തു. പറയുന്നു, ഞാൻ വീണ്ടും ആ സ്ഥലത്ത് തന്നെ ഒളിച്ചിരുന്നു. ആളുകൾ ആ വ്യക്തിയുടെ അടുത്ത് എത്തിയപ്പോൾ ആ വ്യക്തി അവസാന ശ്വാസം വലിക്കുകയായിരുന്നു. അവനോട് ചോദിച്ചു, ആരാണ് നിന്നെ ആക്രമിച്ചത്? പറഞ്ഞു, അമർ ബിൻ ഉമയ്യ. പിന്നീട് ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു. അവർക്ക് ഞങ്ങളുടെ സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. അക്കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു നടന്നിരുന്നത്. പരസ്പരം തിരിച്ചറിഞ്ഞാൽ ശത്രുത കാരണം അവർ കൊന്നൊടുക്കുമായിരുന്നു. ഇവർക്കും ഇതായിരുന്നു സംശയം. ഈ വ്യക്തി ഞങ്ങളെ കണ്ടു, പിന്നെ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കും. പിന്നെ കുഫാരിങ്ങൾ ഞങ്ങളെ പിന്തുടരുകയും ഞങ്ങളെ വധിക്കുകയും ചെയ്യും. അതിനു മുന്നോടിയായി പ്രതിരോധത്തിന് വേണ്ടിയാണ് ഇവർ ഇപ്രകാരം ചെയ്തത്. ഏതായാലും പറയുന്നു, അവർക്ക് ഞങ്ങളുടെ കേന്ദ്രം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവർ ആ വ്യക്തിയെ എടുത്തുകൊണ്ടുപോയി. വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടാളിയോട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. രാത്രി ഞങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ ഹസ്രത്ത് ഖുബൈബ് ബിൻ അദിയുടെ മൃതദേഹം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയുടെ അടുത്തുകൂടെ കടന്നുപോയി. അതിൽപ്പെട്ട ഒരു വ്യക്തി ഹസ്രത്ത് അമറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഈ വ്യക്തിയുടെ നടത്തം അമർ ബിൻ ഉമയ്യയുമായി എത്രത്തോളം സാമ്യമുണ്ടെന്നാൽ ഇതിനേക്കാൾ സാമ്യമുള്ള മറ്റൊരു വ്യക്തിയെ ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അവൻ മദീനയിൽ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഇത് തന്നെയാണ് അമർ ബിൻ ഉമയ്യ. ഇവിടെയും അള്ളാഹു അവരുടെ കണ്ണുകളിൽ മറയിട്ടു. പറയുന്നു, ഹസ്രത്ത് ജബ്ബാർ ഹസ്രത്ത് ഖുബൈബിനെ തൂക്കിയിട്ട മരത്തടിയുടെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് എടുത്തു നടക്കാൻ തുടങ്ങി. അവരും ഇദ്ദേഹത്തിന്റെ പിറകെ ഓടി. മറ്റൊരു റിവായത്തിൽ വരുന്നു, അവർ മദ്യലഹരിയിലായിരുന്നു. കുറച്ചാളുകൾ ഉറങ്ങുകയും കുറച്ചാളുകൾ ഉണർന്നിരിക്കുകയുമായിരുന്നു. അവർക്കറിയാൻ സാധിച്ചില്ല. ഇദ്ദേഹം അത് എടുത്തോടി. പിന്നീട് അവർക്ക് മനസ്സിലായപ്പോൾ അവരും ഇദ്ദേഹത്തിന് പിറകെ ഓടാൻ തുടങ്ങി. ഹസ്രത്ത് ജബ്ബാർ യഅ്ജൂജ് പർവ്വതത്തിന്റെ അടുത്തുള്ള തോടിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം ആ മരക്കഷണം അതിലേക്ക് എറിഞ്ഞു. ആ കൂട്ടരും പിറകെ ഓടി. എന്നാൽ അള്ളാഹു ആ മരക്കഷണത്തെ അവരിൽ നിന്നും മറച്ചുവെച്ചു. അവർക്കത് തിരഞ്ഞു കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഹസ്രത്ത് അമർ പറയുന്നു, ഞാൻ ഹസ്രത്ത് ജബ്ബാറിനോട് പറഞ്ഞു, താങ്കൾ ഇവിടെ നിന്നും ഒട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടാലും ഞാൻ ഇക്കൂട്ടരെ താങ്കളെ പിന്തുടരുന്നതിൽ നിന്നും തടഞ്ഞു വെക്കും. ഹസ്രത്ത് അമർ പറയുന്നു, ഞാൻ ഹസ്രത്ത് ജബ്ബാറിനോട് പറഞ്ഞു, താങ്കൾ ഇവിടെ നിന്നും ഒട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടാലും ഞാൻ ഇക്കൂട്ടരെ താങ്കളെ പിന്തുടരുന്നതിൽ നിന്നും തടഞ്ഞു വെക്കും. ഹസ്രത്ത് അമർ പറയുന്നു, പിന്നീട് ഞാൻ യാത്രയായി. മക്കയിൽ നിന്നും 25 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന സജ്നാൻ പർവ്വതത്തിലെത്തി. ഞാൻ ഗുഹയിൽ അഭയം തേടി. അവിടെ നിന്നും പുറപ്പെട്ട് മക്കയിൽ നിന്നും 78 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഹർഷ് എന്ന സ്ഥലത്തെത്തി. പിന്നീട് ഞാൻ യാത്ര ചെയ്തു മദീനയിൽ നിന്നും 60 മൈൽ ദൂരത്തുള്ള നഖീം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികളുടെ മുശ്രിക്കങ്ങളിൽ നിന്നും പെട്ട 2 വ്യക്തികളെ കണ്ടു. ഖുറൈശികൾ അവരെ
മദീനയിലേക്ക് ചാരന്മാരായി അയച്ചതായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ആയുധങ്ങൾ താഴെയിടുക, നിങ്ങൾ ചാരപ്രവൃത്തി ചെയ്യാൻ വന്നതാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അവർ അത് അംഗീകരിച്ചില്ല. അപ്പോൾ അവിടെ സംഘർഷമുണ്ടായി. ഞാൻ ഒരാളെ അമ്പെയ്ത് വധിച്ചു, മറ്റൊരാളെ തടവുകാരനാക്കി മദീനയിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു റിവായത്ത് അനുസരിച്ച് ഹജ്റത്ത് അമർ ബിൻ ഉമയ്യ സമരി വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തനിച്ച് ചാരപ്രവർത്തനത്തിനായി അയച്ചു, ഹജ്റത്ത് ഹുബൈബിനെ മരത്തടിയിൽ നിന്നും ഇറക്കുന്നതിനു വേണ്ടി. അദ്ദേഹം പറഞ്ഞു, രാത്രി സമയം ഞാൻ ഹജ്റത്ത് ഹുബൈബിന്റെ മരത്തടിയുടെ അടുത്തെത്തി. അതിൽ കയറി ആ സമയം എന്നെ ആരെങ്കിലും കാണുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. ഞാൻ മരത്തടി വിട്ടപ്പോൾ ആ മരത്തടി ഭൂമി വിഴുങ്ങിയതുപോലെ അപ്രത്യക്ഷമായി. മറ്റൊരു റിവായത്ത് അനുസരിച്ച് ഹജ്റത്ത് അമർ ബിൻ ഉമയ്യ സമരി വിവരിക്കുന്നു, ഞാൻ ഹജ്റത്ത് ഹുബൈബിനെ കയറിൽ നിന്നും സ്വതന്ത്രനാക്കി താഴെക്കിടത്തിയപ്പോൾ പിറകിൽ നിന്നും ഞാനൊരു ശബ്ദം കേട്ടു. പിന്നീട് ഞാൻ നേരെയായപ്പോൾ എനിക്കൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഹജ്റത്ത് ഹുബൈബിന്റെ മൃതശരീരവും അപ്രത്യക്ഷമായിരുന്നു. ഇതിൽ ആദ്യത്തെ റിവായത്താണ് എനിക്ക് കൂടുതൽ ശരിയായി തോന്നുന്നത്. പിറകെ ഓടിപ്പോൾ നദിയിലേക്ക് എറിയുകയും നദി അതിനെ ഒഴുക്കിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിൽ വെള്ളത്തിന്റെ ഒഴുക്കുമുണ്ടായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള റിവായത്തുകൾ ലഭിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ മൃതശരീരം ഭൂമിയിൽ അപ്രത്യക്ഷമായി എന്ന കാര്യമാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. കുഫാരികൾ ആ മൃതശരീരത്തെ അപമാനിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അള്ളാഹു അതിനെ സംരക്ഷിച്ചു. ഒരു റിവായത്ത് ഹജ്റത്ത് ഹുബൈബ് ബിൻ ഹദിയുടെ തടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്രകാരം ലഭിക്കുന്നു, മുആവിയ ഹുജൈർ ബിൻ അബൂ ഇഹാബ് സ്വതന്ത്രമാക്കിയ ഒരു അടിമ സ്ത്രീയായിരുന്നു. മക്കയിൽ അവരുടെ വീട്ടിൽ ഹുബൈബ് ബിൻ അദി തടവിലായിരുന്നു. ഹുർമത്തിന്റെ മാസങ്ങൾ അവസാനിച്ചാൽ അദ്ദേഹത്തെ വധിക്കുന്നതിനു വേണ്ടി. മുആവിയ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിരുന്നു, നല്ലൊരു മുസ്ലിമായി തീരുകയും ചെയ്തു. മുആവിയ പിന്നീട് ഈ സംഭവം വിവരിക്കുമായിരുന്നു. അവർ പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഞാൻ ഹജ്റത്ത് ഹുബൈബിനേക്കാൾ ഉത്തമനായ മറ്റൊരാളെയും കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ വാതിലിലൂടെ നോക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ചങ്ങലകളാൽ ബന്ധനസ്ഥനായിരുന്നു. ആ സമയം എന്റെ അറിവിൽ ഭൂമിയിൽ എവിടെയും ഭക്ഷ്യയോഗ്യമായ ഒരു മുന്തിരി പോലും ഉണ്ടായിരുന്നില്ല. ആ പ്രദേശത്ത് എവിടെയും മുന്തിരി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹജ്റത്ത് ഹുബൈബിന്റെ കയ്യിൽ വലിയ അളവിൽ മുന്തിരിക്കുലകൾ ഞാൻ കാണാറുണ്ടായിരുന്നു. അത് അദ്ദേഹം കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു റിസ്ക്കായിരുന്നു. ഹജ്റത്ത് ഹുബൈബ് തഹജ്ജുദിൽ ഖുർആൻ പാരായണം ചെയ്യുകയും അത് കേട്ട് സ്ത്രീകൾ കരയുകയും ചെയ്യുമായിരുന്നു. അവർക്ക് ഹുബൈബിനോട് പ്രത്യേകമായ കാരുണ്യമുണ്ടായിരുന്നു. പറയുന്നു, ഒരിക്കൽ ഞാൻ ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബ്, നിനക്ക് വല്ല ആവശ്യവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഒരു കാര്യമുണ്ട്, എനിക്ക് തണുത്ത വെള്ളം തരിക. അതുപോലെ വിഗ്രഹങ്ങൾക്കായി ബലിയർപ്പിച്ച മാംസം എനിക്ക് തരാതിരിക്കുക. എനിക്ക് നൽകപ്പെടുന്ന ഭക്ഷണം അത് വിഗ്രഹങ്ങൾക്കായി സമർപ്പിക്കപ്പെടേണ്ടതാകരുത്. മൂന്നാമത്തെ കാര്യം, ആളുകൾ എന്നെ വധിക്കാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു തരിക. പിന്നീട് ഹുർമത്തിന്റെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. പറയുന്നു, അള്ളാഹുവാണ് സത്യം, അദ്ദേഹം താൻ വധിക്കപ്പെടാൻ പോകുന്നതിനെ ഗൗനിച്ചതയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു കത്തി നൽകുക, ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തട്ടെ. ഞാൻ എന്റെ മകൻ അബൂ ഹുസൈന്റെ കയ്യിൽ കത്തി കൊടുത്തുവിട്ടു. ഈ മകൻ എന്റെ യഥാർത്ഥ മകനായിരുന്നില്ല, ഹജ്റത്ത് മുആവിയ നോക്കി വളർത്തിയ മകനായിരുന്നു. കുട്ടി പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, അള്ളാഹുവാണ് സത്യം, അദ്ദേഹം താൻ വധിക്കപ്പെടാൻ പോകുന്നതിനെ ഗൗനിച്ചതേയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു കത്തി നൽകുക, ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തട്ടെ. ഞാൻ എന്റെ മകൻ അബൂ ഹുസൈന്റെ കയ്യിൽ കത്തി കൊടുത്തുവിട്ടു. ഈ മകൻ പറയുന്നു, യഥാർത്ഥ മകനായിരുന്നില്ല, മറിച്ച് ഹജ്റത്ത് മുആവിയ നോക്കി വളർത്തിയ മകനായിരുന്നു. കുട്ടി പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, അള്ളാഹുവാണ് സത്യം, ഹുബൈബിന് പ്രതികാരം ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. എന്റെ മകൻ അവന്റെ അടുത്താണ്, അവനോട് പ്രതികാരം ചെയ്യാൻ ഹുബൈബിന് ഇപ്പോൾ സാധിക്കും. ഇത് ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഈ കുട്ടിയുടെ കയ്യിൽ കത്തി കൊടുത്തു വിട്ടിരിക്കുന്നു. ഹുബൈബ് ഈ കുട്ടിയെ ആ കത്തി കൊണ്ട് വധിക്കും, എന്നിട്ട് പറയും, ജീവനു പകരം ജീവൻ. മറ്റൊരു റിവായത്തിൽ വരുന്നത്, ഒരു കുട്ടി കളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്തുകയും അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ
കത്തിയുണ്ടായിരുന്നു എന്നുമാണ്. എന്നാൽ മറ്റൊരു റിവായത്ത് ഇപ്രകാരമാണുള്ളത്: കുട്ടി പക്വത എത്തിയ പ്രായത്തിലുള്ളതായിരുന്നു. ഒരു സാധനം കൊടുത്തുവിടാൻ തക്ക പ്രായമുണ്ടായിരുന്നു കുട്ടിക്ക്. അത് അവർ കൊടുത്തുവിട്ടു. അവർ പറയുന്നു, ഹുബൈബ് ഈ കുട്ടിയെ വധിക്കുമെന്ന് ഞാൻ കരുതി. പിന്നീട് എന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം അത് വാങ്ങിക്കൊണ്ട് തമാശയായി പറഞ്ഞു, നീ വലിയ ധൈര്യവാനാണ്. നിന്റെ മാതാവിനെ ഞാൻ വഞ്ചിക്കും എന്ന ചിന്ത നിനക്ക് വന്നില്ലേ? നിങ്ങൾ എന്നെ വധിക്കാൻ നിശ്ചയിച്ചിരിക്കെ നിന്റെ കയ്യിൽ കത്തി കൊടുത്തു വിട്ടിരിക്കുന്നു. ഹസ്രത്ത് മുആവിയ പറയുന്നു, ഹുബൈബ് പറയുന്ന ഈ കാര്യം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അല്ലയോ ഹുബൈബ്, എനിക്ക് അള്ളാഹുവിനോടുള്ള വിശ്വാസമുള്ളതിനാൽ താങ്കളെ ഞാൻ ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ ആരാധനയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ ഞാൻ കത്തി കൊടുത്തു വിട്ടു. താങ്കൾക്ക് ഇത് എന്റെ മകനെ വധിക്കാൻ വേണ്ടിയല്ല ഞാൻ കൊടുത്തുവിട്ടത്. ഹസ്രത്ത് ഹുബൈബ് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ കുട്ടിയെ വധിക്കുന്നവനല്ല. ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വഞ്ചന അനുവദനീയമാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നു, ഞാൻ ഹുബൈബിനെ അറിയിച്ചു, ആളുകൾ നാളെ താങ്കളെ ഇവിടെ നിന്നും കൊണ്ടുപോയി വധിക്കും. അടുത്ത ദിവസം ആളുകൾ അദ്ദേഹത്തെ ചങ്ങലകൾ കൊണ്ട് ബന്ധനസ്ഥനാക്കി തനീമിലേക്ക് കൊണ്ടുപോയി. തനീം മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള വഴിയിൽ 3 മൈൽ ദൂരത്തുള്ള ഒരു സ്ഥലമാണ്. ഹുബൈബിന്റെ വധം കാണുവാൻ കുട്ടികളും സ്ത്രീകളും അടിമകളും മക്കയിലെ മറ്റു പല ആളുകൾ അവിടെ എത്തി. ഈ റിവായത്ത് അനുസരിച്ച് മക്കയിൽ ആരും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാകുന്നു. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, യുദ്ധത്തിൽ മരണപ്പെട്ട തങ്ങളുടെ പൂർവ്വ പിതാക്കളുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കണ്ണുകൾക്ക് കുളിർമ ലഭിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നു. മറ്റുള്ളവർ ഇസ്ലാമിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും വേണ്ടി അവിടെ എത്തി. എങ്ങനെയാണ് വധിക്കുന്നത് എന്ന് അറിയുന്നതിനു വേണ്ടി. ഹസ്രത്ത് ഹുബൈബിനെ സെയ്ദ് ബിൻ ദസ്നക്കൊപ്പം തനീമിലേക്ക് എത്തിച്ചപ്പോൾ മുശ്രിക്കീങ്ങളുടെ കൽപ്പന പ്രകാരം ഒരു നീണ്ട മരത്തടി കുഴിച്ചെടുത്തു. ഹുബൈബിനെ അതിന്റെ അടുത്തെത്തിച്ചു. ഹുബൈബ് ചോദിച്ചു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള അനുവാദം നൽകുമോ? അദ്ദേഹത്തിന് അനുവാദം നൽകപ്പെട്ടു. ഹുബൈബ് ഹ്രസ്വമായ നിലയിൽ 2 റക്അത്ത് ദീർഘിപ്പിക്കാതെ നമസ്കരിച്ചു. ഇത് ഈ സ്ത്രീയുടെ റിവായത്താണ്. ഇബ്നു സഅദ് വിവരിച്ച നിവേദനം അനുസരിച്ച് മുആവിയ ഹുജൈർ ബിൻ അബു ഇഹാബിന്റെ സ്വതന്ത്രമാക്കിയ അടിമയായിരുന്നു. ഇവരുടെ വീട്ടിൽ ഹസ്രത്ത് ഹുബൈബ് തടവിലായിരുന്നു. അല്ലാമ ബിൻ അബ്ദുൽ ബർഖിന്റെ റിവായത്തിൽ ഹസ്രത്ത് ഹുബൈബ് ഉഖബയുടെ വീട്ടിൽ തടവിലായിരുന്നു. ഉഖബയുടെ ഭാര്യ ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുമായിരുന്നു. ഭക്ഷണ സമയത്ത് ഹസ്രത്ത് ഹുബൈബിനെ സ്വതന്ത്രമാക്കുമായിരുന്നു. അല്ലാമ ഇബ്നു അസീർ ജസ്രി എഴുതുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്രൂശിക്കപ്പെട്ട ആദ്യത്തെ സഹാബി ഹസ്രത്ത് ഹുബൈബ് ആയിരുന്നു. നിലത്ത് മരത്തടി ഉറപ്പിക്കുകയും അതിൽ അദ്ദേഹത്തെ ഷഹീദാക്കുകയും ചെയ്തു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു എഴുതുന്നു, ഈ സംഭവം കാണുന്നവരിൽ മക്കയുടെ നേതാവായ അബൂ സുഫ്യാനും ഉണ്ടായിരുന്നു. അദ്ദേഹം സെയ്ദിനോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദ് ഇവിടെ ഉണ്ടാവുകയും നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്യുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? സെയ്ദ് കോപിച്ചുകൊണ്ട് മറുപടി നൽകി, അബൂ സുഫിയാൻ, നീ എന്താണ് പറയുന്നത്? അള്ളാഹുവാണ് സത്യം. മദീനയുടെ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ മരണമാണ്. ഈ സ്നേഹത്തിൽ അബൂ സുഫിയാൻ ആശ്ചര്യമുണ്ടായി. നൽകപ്പെട്ട ഈ മറുപടിയിൽ അബൂ സുഫിയാൻ സ്വാധീനനായി. ആശ്ചര്യത്തോടുകൂടി സെയ്ദിനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ദൈവം സാക്ഷിയാണ്, ഏതുപോലെയാണോ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത്, അതുപോലെ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതായിരുന്നു സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും ബന്ധം. ജീവൻ ത്യാഗം ചെയ്യാനുള്ള അവരുടെ നിലവാരം, ഇവരോടുള്ള അള്ളാഹുവിന്റെ സ്വഭാവവും എന്തായിരുന്നു എന്ന് നമുക്ക് കാണാം. അതും പ്രകടമായി.
ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുമ്പോൾ അവരുടെ നിലവാരം എന്തായിരുന്നു? ഏത് വശത്തേക്കാണ് വീഴുന്നത് എന്നതൊരു പ്രശ്നമായിരുന്നില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ മുമ്പോട്ടോ പിന്നോട്ടോ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ജീവൻ നൽകുന്നത് എന്നായിരുന്നു അവർ ചിന്തിച്ചത്. ഒരാഗ്രഹമുണ്ടായിരുന്നത് അവർ അത് പ്രകടിപ്പിച്ചു. മരണപ്പെടുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക, 2 റക്അത്ത് നഫൽ അനുഷ്ഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സലാമത്താനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതും അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തു. നബിയോടുള്ള സ്നേഹത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലിൽ മുള്ള് തറയ്ക്കുകയും അതിനു പകരമായി തന്റെ ജീവൻ രക്ഷപ്പെടുന്നത് പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ചെറിയ വിഷമം ഉണ്ടാകുന്നത് പോലും അവർക്ക് സഹിക്കാൻ സാധിച്ചിരുന്നില്ല. അവിടെ തങ്ങളുടെ ജീവൻ ഒരു വിലയും നൽകിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൃപ്തി ഇക്കൂട്ടർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂലാണ് അടുത്ത സഹാബി. അബ്ദുള്ളയുടെ ബന്ധം അൻസാർ ഗോത്രം ഖസറജിന്റെ ശാഖ ബനു ഔഫുമായിട്ടായിരുന്നു. ഇദ്ദേഹം മുനാഫിക്കങ്ങളുടെ നേതാവ് അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ മകനായിരുന്നു. വളരെ ആത്മാർത്ഥനും സ്നേഹസമ്പന്നനും ജീവത്യാഗിയുമായ ഒരു സഹാബിയായിരുന്നു. ഹദ്റത്ത് അബ്ദുള്ളയുടെ ഉമ്മയുടെ പേര് ഖൗല ബിൻത് മുൻസിർ എന്നായിരുന്നു. ഹദ്റത്ത് അബ്ദുള്ളയുടെ പേര് ജാഹിലിയ കാലഘട്ടത്തിൽ ഖുബാബ് എന്നായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന്റെ പേര് മാറ്റി അബ്ദുള്ള എന്നാക്കി. എന്നിട്ട് പറഞ്ഞു, ഖുബാബ് ഷെയ്ത്താന്റെ പേരാണ്. സുലൂ എന്നുള്ളത് മുനാഫിക്കങ്ങളുടെ നേതാവ് അബ്ദുള്ള ബിൻ ഉബൈയുടെ പിതാമഹിയുടെ പേരായിരുന്നു. ഖുസ ഗോത്രവുമായിട്ടായിരുന്നു അവരുടെ ബന്ധം. ഉബൈ മാതാവുമായിട്ട് ബന്ധപ്പെട്ട പേരായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന് അറിയപ്പെട്ടത്. അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ അബു ആമിർ റാഹബിന്റെ മാതൃ സഹോദരിയുടെ മകനായിരുന്നു. അബു ആമിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആഗമനത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുകയും ആ നബിയിൽ വിശ്വസിച്ചതായി പറയുകയും ചെയ്ത വ്യക്തികളിൽപ്പെട്ടതായിരുന്നു. നബിയുടെ ആഗമനത്തെക്കുറിച്ച് ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. അബു ആമിർ ജാഹിലിയ കാലത്ത് തടിച്ച വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ബ്രഹ്മചര്യം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അള്ളാഹു തന്റെ പ്രവാചകനെ നിയോഗിച്ചപ്പോൾ അദ്ദേഹം ശത്രുവായി തീരുകയും അസൂയാലുവായി തീരുകയും ചെയ്തു. വഞ്ചന കാണിച്ചു, നിഷേധത്തിൽ ഉറച്ചുനിന്നു. ബദറിൽ മുശ്രിക്കീങ്ങൾക്കൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് ഫാസിഖ് എന്ന് പേര് വെച്ചു. ഹദ്റത്ത് അബ്ദുള്ളയുടെ സന്താനങ്ങളിൽ ഉബാദ, ജുലൈഹ, ഖൈസമ, ഹുവല്ലി, ഹുമാമ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഹദ്റത്ത് അബ്ദുള്ള ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഇസ്ലാം വളരെ മികച്ചതായിരുന്നു. അദ്ദേഹം പ്രഗത്ഭരായ സഹാബാക്കളിൽ ഉൾപ്പെടുന്നു. ഹദ്റത്ത് അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം ബദർ, ഉഹദ് തുടങ്ങി എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. ഹദ്റത്ത് അബ്ദുള്ളക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. ഹദ്റത്ത് ആയിഷ ഹദ്റത്ത് അബ്ദുള്ളയിൽ നിന്നും ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഹദ്റത്ത് അബ്ദുള്ളക്ക് കാത്തിബ വഹി ആകാനുള്ള സൗഭാഗ്യവും ലഭിച്ചു. ഒരു റിവായത്തിൽ വരുന്നു, ഉഹദ് യുദ്ധത്തിൽ ഹദ്റത്ത് അബ്ദുള്ളയുടെ മൂക്ക് മുറിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തിന് സ്വർണത്തിന്റെ മൂക്ക് വെക്കാനുള്ള അനുവാദം നൽകി. മറ്റൊരു റിവായത്തിൽ വരുന്നത് ഉഹദ് യുദ്ധത്തിൽ ഹദ്റത്ത് അബ്ദുള്ളയുടെ 2 പല്ലുകൾ പൊട്ടിപ്പോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സ്വർണത്തിന്റെ പല്ലുകൾ വെക്കാൻ നിർദ്ദേശം നൽകി. നിവേദകൻ പറയുന്നു, പല്ലിനെ കുറിച്ചുള്ള റിവായത്താണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇത് തന്നെയാണ് ശരി എന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ വിവരിക്കുന്നവർ തെറ്റായ രീതിയിൽ വർണ്ണനകൾ നൽകുന്നു, അല്ലെങ്കിൽ ശരിയായ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മുക്കിന്റെ കാര്യമല്ല, പല്ലിന്റെ കാര്യം തന്നെയാണ് ശരിയായി തോന്നുന്നത്. പല്ല് പൊട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണ്ണപ്പല്ലുകൾ വെക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. ആ കാലഘട്ടത്തിലും ക്രൗൺ ചെയ്യാറുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ അബൂ സുഫിയാൻ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചിരുന്നു. അടുത്ത വർഷം ബദർ മൈതാനത്ത് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് സീറത്ത് ഖാത്തമുൻ നബിയീനിൽ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു. വിവിധ ചരിത്രത്തിൽ നിന്നും അദ്ദേഹം എടുത്തുകൊണ്ടാണ് വിവരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിന് ശേഷം
യുദ്ധഭൂമിയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ അബൂ സുഫിയാൻ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചിരുന്നു. അടുത്ത വർഷം ബദർ യുദ്ധഭൂമിയിൽ നമുക്ക് വീണ്ടും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് വിളംബരം നടത്തി. അതുകൊണ്ട് അടുത്ത വർഷം ഹിജ്രി 4-ാം വർഷം ഷവ്വാൽ മാസം അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 സ്വഹാബാക്കളുമായി മദീനയിൽ നിന്നും പുറപ്പെട്ടു. അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂലിനെ മദീനയുടെ അമീറാക്കി. സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ ഹസ്രത്ത് അബ്ദുള്ളയെ മദീനയുടെ അമീറാക്കി നിയമിച്ചു. മറുവശത്ത് അബൂ സുഫിയാൻ ബിൻ ഹർബ് 2000 ആളുകളുള്ള വലിയൊരു സൈന്യവുമായി മക്കയിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ ഉഹദിന്റെ വിജയവും ഇത്രയധികം സൈന്യവുമുണ്ടായിട്ടും അവന്റെ ഹൃദയം ഭയന്നിരുന്നു. ഇസ്ലാമിന്റെ നാശം കൊതിച്ചെന്നിട്ടും അവൻ ആഗ്രഹിക്കുന്നത് വലിയ ഒരു സൈനിക ശക്തിയില്ലാതെ ഇസ്ലാമിന് മുന്നിൽ വരരുത് എന്നായിരുന്നു. മക്കയിലായിരിക്കുമ്പോൾ തന്നെ നുഐം എന്നു പേരുള്ള ഒരു വ്യക്തിയെ മദീനയിലേക്ക് അയച്ചു. ആ വ്യക്തിയോട് പറഞ്ഞു, മുസ്ലിങ്ങളെ കള്ളം പറഞ്ഞ് ഭയപ്പെടുത്തി യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക. ആ വ്യക്തി മദീനയിൽ വരികയും ഖുറൈശികളുടെ തയ്യാറെടുപ്പും ശക്തിയും ആവേശത്തിന്റെയും കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് മദീനയിൽ അസമാധാനത്തിന്റെ അവസ്ഥയുണ്ടാക്കിയെടുത്തു. എത്രത്തോളമെന്നാൽ ചില ബലഹീനരായിട്ടുള്ള സഹാബാക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഭയന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ വേണ്ടി വിളംബരം നടത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ അവിശ്വാസികളുടെ വെല്ലുവിളി സ്വീകരിച്ച് ഈ സമയം പുറപ്പെടാൻ വാഗ്ദാനം ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മൾ അതിനെതിരായി പ്രവർത്തിക്കുകയില്ല. എനിക്ക് തനിച്ചു പോകേണ്ടി വന്നാലും ഞാൻ പോകുന്നതാണ്. ശത്രുക്കൾക്കെതിരായി തനിച്ച് യുദ്ധം ചെയ്യും. ഈ വാക്കുകൾ കേട്ട് ആളുകളുടെ ഭയം വിട്ടുമാറി. വലിയ ആവേശത്തോടും ആത്മാർത്ഥതയോടും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം പുറപ്പെടാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 സഹാബാക്കളുമായി മദീനയിൽ നിന്നും പുറപ്പെട്ടു. മറുവശത്ത് 2000 ആളുകളുമായി അബൂ സുഫിയാൻ മക്കയിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ അള്ളാഹുവിന്റെ പ്രവൃത്തി കാരണത്താൽ മുസ്ലിങ്ങൾ വാഗ്ദാനമനുസരിച്ച് ബദർ മൈതാനത്ത് എത്തിയെങ്കിലും ഖുറൈശികളുടെ സൈന്യം കുറച്ചു ദൂരം സഞ്ചരിച്ച് തിരിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഈ സംഭവം ഉണ്ടായത് ഇപ്രകാരമാണ്. അബൂ സുഫിയാന് നുഐമിയുടെ പരാജയത്തെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി അയച്ച ആ വ്യക്തിയുടെ പരാജയം മുസ്ലിങ്ങൾ ഭയപ്പെട്ടില്ല, അവർ പുറപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവന്റെ ഹൃദയം ഭയക്കുകയും തന്റെ സൈന്യത്തോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ക്ഷാമമാണ്, ആളുകൾ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഈ സമയം യുദ്ധം ചെയ്യുക ശരിയായ കാര്യമല്ല. അവസ്ഥ ശരിയായി കഴിഞ്ഞാൽ കൂടുതൽ തയ്യാറെടുപ്പോടുകൂടി മദീനയെ ആക്രമിക്കാം. ഏതായാലും ഇസ്ലാമിക സൈന്യം 8 ദിവസം വരെ ബദൽ തങ്ങി. അവിടെ ദുൽഖഅദ മാസത്തിൽ എല്ലാ വർഷവും മേളകൾ ഉണ്ടാകുമായിരുന്നു. ആ മൈതാനത്ത് മേള ഉണ്ടായിരുന്ന ആ ദിവസങ്ങളിൽ സഹാബാക്കൾ അവിടെ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി. പറയപ്പെടുന്നത് ഈ 8 ദിവസമുള്ള കച്ചവടം അവരുടെ മൂലധനത്തെ ഇരട്ടിയാക്കി മാറ്റി എന്നാണ്. ഈ കച്ചവടം കാരണം അവരുടെ മൂലധനം ഇരട്ടിയായി. മേള അവസാനിച്ചപ്പോൾ ഖുറൈശി സൈന്യം വരാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നിന്നും മദീനയിലേക്ക് തിരിച്ചെത്തി. ഖുറൈശികൾ മക്കയിൽ തിരിച്ചെത്തി മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ വീണ്ടും ആരംഭിച്ചു. ഇത് ഗസ്വയെ ബദറുൽ മുഅയ്യിദ് എന്ന് അറിയപ്പെടുന്നു. ഹസ്രത്ത് അബ്ദുള്ള 12 ഹിജ്രിയിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യമാമ യുദ്ധത്തിൽ ഷഹീദായി. സഹീഹ് ബുഖാരിയിൽ ഹസ്രത്ത് അബ്ദുള്ളയുടെ പിതാവ് അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂലിനെ കുറിച്ചുള്ള റിവായത്തുണ്ട്. ഇത്തരം നിവേദനങ്ങൾ ഞാൻ പറയുന്നത് ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിന് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഹസ്രത്ത് ഉസാമ ബിൻ സെയ്ദ് റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതിൽ ഒരു വിരിപ്പ് വിരിച്ചിരുന്നു. ഉസാമ ബിൻ സെയ്ദിനെ തന്റെ പിറകിൽ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് ഹസ്സാൻ ബിൻ ഉബാദയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അദ്ദേഹം ബനു ഹാരിസ് ബിൻ ഖസ്റജിന്റെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്.
ഇത് ബദർ യുദ്ധത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ്. ഉസാമ പറയുന്നു, പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ ഉണ്ടായിരുന്ന ഒരു സദസ്സിലെത്തി. ഈ സമയം അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ മുസ്ലിം ആയിരുന്നില്ല, കപടവിശ്വാസിയായ മുസ്ലിമുമായിരുന്നില്ല. അവിടെ കുറച്ച് മുശ്രിക്കീങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് യഹൂദികളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇരുന്നിരുന്നത്. സദസ്സിൽ ഹസ്രത്ത് അബ്ദുള്ള ബിൻ റവാഹയും ഉണ്ടായിരുന്നു. ഈ മൃഗത്തിന്റെ പൊടി സദസ്സിലേക്ക് എത്തിയപ്പോൾ അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സദസ്സിൽ ഹസ്രത്ത് അബ്ദുള്ള ബിൻ റവാഹയും ഉണ്ടായിരുന്നു. ഈ മൃഗത്തിന്റെ പൊടി സദസ്സിലേക്ക് എത്തിയപ്പോൾ അബ്ദുള്ള ബിൻ ഉബൈ പുതപ്പുകൊണ്ട് തന്റെ മൂക്ക് പൊത്തി. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഞങ്ങളിൽ പൊടി പറത്താതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ആ സവാരിയിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു. അവിടുന്ന് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, ഖുർആൻ ഓതി കേൾപ്പിച്ചു. അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ പറഞ്ഞു, താങ്കൾ പറഞ്ഞതിനേക്കാൾ മികച്ച മറ്റൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം, താങ്കൾക്കായി ഇതിനേക്കാൾ നല്ല മറ്റൊരു കാര്യവുമില്ല, അല്ലെങ്കിൽ മറ്റൊരു നല്ല കാര്യം താങ്കൾക്ക് പറയാൻ കഴിയില്ല. പല അർത്ഥങ്ങളും ഇതിന് നൽകാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥ വാക്കുകളിൽ നിന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. ആ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ഈ കാര്യത്തെക്കാൾ മികച്ചതായി മറ്റൊരു കാര്യവുമില്ലെങ്കിൽ ഞങ്ങളുടെ സദസ്സുകളിൽ വന്നുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. താങ്കളുടെ സ്ഥലത്ത് തിരിച്ചു പോവുകയും അങ്ങയുടെ അടുത്ത് വരുന്നവരെ ഇത് കേൾപ്പിക്കുകയും ചെയ്യുക. ഹസ്രത്ത് അബ്ദുള്ള ബിൻ റവാഹ ഇത് കേട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങളുടെ സദസ്സുകളിൽ വന്ന് ഞങ്ങളെ കേൾപ്പിച്ചാലും ഞങ്ങൾക്കിത് വളരെ ഇഷ്ടമാണ്. മുസ്ലിങ്ങളും മുശ്രിക്കീങ്ങളും യഹൂദികളും പരസ്പരം ചീത്ത വിളിക്കാൻ തുടങ്ങി. അവർ പരസ്പരം ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആവേശം തണുപ്പിച്ചു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അവസാനം അവർ നിർത്തി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സവാരിയിൽ യാത്രയായി സഅദ് ബിൻ ഉബാദയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, സഅദ്, താങ്കൾ കേട്ടിട്ടില്ലേ അബൂ ഖുബാബ് ഇന്ന് എന്നോട് പറഞ്ഞത്? അവിടുന്ന് ഉദ്ദേശിച്ചത് അബ്ദുള്ള ബിൻ ഉബയ്യാണ്. അവിടുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സഅദ് ബിൻ ഉബാദ പറഞ്ഞു, യാ റസൂലല്ലാ, താങ്കൾ അദ്ദേഹത്തിന് മാപ്പ് നൽകിയാലും താങ്കളിൽ ഗന്ധമിറക്കിയ ആ അസ്തിത്വം കൊണ്ട് സത്യം, അള്ളാഹു ആ സത്യം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ നാട്ടുകാർ തീരുമാനിച്ചിരുന്നത് അബ്ദുള്ള ബിൻ ഉബയ്യെ നേതാവാക്കി അവന്റെ തലയിൽ കിരീടം വെക്കണം എന്നായിരുന്നു. എന്നാൽ അള്ളാഹു താങ്കൾക്ക് നൽകിയ ഈ ഹക്ക് കാരണം, സത്യത കാരണം അത് നടന്നില്ല. അതുകൊണ്ട് അസൂയാലുവായിക്കൊണ്ട് താങ്കൾ കണ്ടതുപോലെ അവൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കുന്നു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ വ്യക്തിയോട് ക്ഷമിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബാക്കളും മുശ്രിക്കീങ്ങളോടും ഗ്രന്ഥാനുസാരികളോടും അള്ളാഹു കൽപ്പിച്ച പ്രകാരം ക്ഷമിക്കുമായിരുന്നു. അവരുടെ ഉപദ്രവങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുമായിരുന്നു. അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നു, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. നിങ്ങൾക്ക് മുൻപ് ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും വളരെയേറെ ഉപദ്രവവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ. ഹസദം മിൻ ഇന്ദി അൻഫുസിഹിം. വേദക്കാരിൽ ബഹുഭൂരിഭാഗവും അവർക്ക് സത്യം വ്യക്തമായി കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ അസൂയ നിമിത്തം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിഷേധികളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തന്റെ വിധി നടപ്പിൽ വരുത്തുന്നതുവരെ നിങ്ങൾ അവരോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക.
നിശ്ചയമായും അള്ളാഹു അവനുദ്ദേശിക്കുന്ന സർവ്വകാര്യത്തിനും പരിപൂർണമായും കഴിവുള്ളവനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ക്ഷമ തന്നെയാണ് ഉചിതം എന്ന് കരുതിയിരുന്നു. അള്ളാഹു കൽപ്പന നൽകിയതുപോലെ തന്നെ അവസാനം അള്ളാഹു അനുവാദം നൽകി. ബദറിന്റെ മൈതാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ എതിർത്തു. ഈ യുദ്ധത്തിൽ ഖുറൈശികളുടെ വലിയ വലിയ നേതാക്കൾ മരിച്ചു വീണു. അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലും കൂടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളും വിഗ്രഹാരാധകരും പറയാൻ തുടങ്ങി, ഈ പരമ്പര ശക്തി പ്രാപിച്ചിരിക്കുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കയ്യിൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കും എന്ന് ബൈഅത്ത് ചെയ്ത് മുസ്ലിങ്ങളായി മാറി. ബദർ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ഭയം തോന്നുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ ഈ റിവായത്തുകൾക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് വിവരിക്കുന്നത്. അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു. ഉഹദ് യുദ്ധാവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരോട് ഖുറൈശികളുടെ ആക്രമണത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. മദീനയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യണോ അതല്ല മദീനയിൽ നിന്നും പുറത്തുപോയി യുദ്ധം ചെയ്യണോ? അതിൽ അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂൽ പങ്കെടുത്തിരുന്നു. ആ വ്യക്തി മുനാഫിക്കായിരുന്നുവെങ്കിലും ബദ്രിന് ശേഷം ബാഹ്യമായ നിലയിൽ മുസ്ലിമായി തീർന്നിരുന്നു. ആ വ്യക്തിയെ അഭിപ്രായത്തിനായി ക്ഷണിച്ച ആദ്യത്തെ അവസരമായിരുന്നു അത്. അഭിപ്രായം ചോദിക്കുന്നതിന് മുൻപായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ആക്രമണത്തെക്കുറിച്ചും അവരുടെ ഉദ്ദേശത്തെക്കുറിച്ചും പറഞ്ഞു. തുടർന്ന് പറയുന്നു, ഇന്ന് ഞാൻ രാത്രി സ്വപ്നത്തിൽ ഒരു പശുവിനെ കണ്ടു. അതുപോലെ എന്റെ വാൾമുന പൊട്ടിയതായി ഞാൻ കാണുന്നു. പിന്നീട് ഞാൻ ആ പശു അറുക്കപ്പെടുന്നതായി കണ്ടു. പിന്നീട് ഞാൻ എന്റെ കൈ ദൃഢതയുള്ള ഒരു പടച്ചട്ടക്കുള്ളിൽ വെക്കുന്നതായി കാണുന്നു. മറ്റൊരു റിവായത്ത് അനുസരിച്ച് ഒരു ചെമ്മരിയാടിന്റെ മുകളിൽ ഞാൻ യാത്ര ചെയ്യുന്നതായി കാണുന്നു. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, താങ്കൾ ഈ സ്വപ്നത്തിന് എന്ത് വ്യാഖ്യാനമാണ് നൽകുന്നത്? അവിടുന്ന് പറയുന്നു, പശു അറുക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സഹാബാക്കളിൽ നിന്നും കുറച്ചാളുകൾ ഷഹീദാകുമെന്നാണ്. എന്റെ വാൾമുന ഒടിയുന്നതിൽ നിന്നും മനസ്സിലാകുന്നത് എന്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള ആരെങ്കിലും ഷഹീദാകുമെന്നാണ്. അല്ലെങ്കിൽ സ്വയം എനിക്ക് ഈ യുദ്ധത്തിൽ പരിക്കുകൾ ഏൽക്കേണ്ടി വരും. പടച്ചട്ടയിൽ കൈയിടുന്നതിൽ നിന്നും മനസ്സിലാകുന്നത് മദീനയിൽ അകത്തുനിന്ന് യുദ്ധം ചെയ്യുന്നത് കൂടുതൽ അനുയോജ്യമാണ് എന്നാണ്. അതുപോലെ ചെമ്മരിയാടിൽ യാത്ര ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്നതും കുഫാരിങ്ങളുടെ നേതാവ്, അവരുടെ പതാക ഏന്തുന്ന വ്യക്തി മുസ്ലിങ്ങളുടെ കൈകളാൽ വധിക്കപ്പെടുമെന്നാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളുടെ അഭിപ്രായം ചോദിച്ചു. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണം? ചില മുതിർന്ന സഹാബാക്കൾ അവസ്ഥകൾ മനസ്സിലാക്കി ചിന്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വപ്നത്തിൽ സ്വാധീനരായിക്കൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞു, മദീനയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ് അനുയോജ്യം. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലും ഈ അഭിപ്രായം തന്നെയായിരുന്നു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഈ അഭിപ്രായത്തെ ഇഷ്ടപ്പെട്ടു. പറഞ്ഞു, മദീനയുടെ അകത്തുനിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാകുന്നു. എന്നാൽ അധികം സഹാബിമാരും, പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന യുവാക്കളായ സഹാബിമാർ, അവർ ഷഹാദത്തിലൂടെ ദീനി സേവനം നടത്താൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. ആവേശത്തോടു കൂടി പറഞ്ഞു, പട്ടണത്തിൽ നിന്നും പുറത്തിറങ്ങി തുറന്ന മൈതാനത്ത് യുദ്ധം ചെയ്യണം. അവർ എത്രത്തോളം ആവേശത്താൽ ഈ കാര്യം അവതരിപ്പിച്ചുവെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആവേശം കണ്ടുകൊണ്ട് ഈ കാര്യം അംഗീകരിച്ചു. തുറന്ന മൈതാനത്ത് കുഫാരികളുമായി യുദ്ധം നടത്താം എന്ന് തീരുമാനിച്ചു. ജുമാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് ഈ ആഹ്വാനം നടത്തി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിഫലം കരസ്ഥമാക്കുക. അതിനുശേഷം അവിടുന്ന് വീട്ടിലേക്ക് പോയി. ഹദ്റത്ത് അബൂബക്കറിന്റെയും ഹദ്റത്ത് ഉമറിന്റെയും സഹായത്താൽ പകിടി ധരിച്ച് ആയുധങ്ങൾ എടുത്ത് അള്ളാഹുവിന്റെ നാമത്തിൽ പുറത്തേക്ക് വന്നു. എന്നാൽ ആ സമയം ഹദ്റത്ത് സഅദ് ബിൻ മുആദ് ഔസ് ഗോത്രത്തിന്റെ നേതാവായ ഇദ്ദേഹവും അതുപോലെ മറ്റുള്ള മുതിർന്ന സഹാബാക്കളും കാര്യങ്ങൾ യുവാക്കളായ സഹാബാക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് അവരുടെ തെറ്റ് ബോധ്യമായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അഭിപ്രായത്തിനെതിരായിക്കൊണ്ട് തങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചിൽക്കരുത്. അവരിൽ അധികം പേരും ലജ്ജിതരായിരുന്നു. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പടച്ചട്ടയും മറ്റ് ആയുധങ്ങളും ധരിച്ചുകൊണ്ട് കണ്ടപ്പോൾ കൂടുതൽ ലജ്ജിതരാവുകയും വിഷമത്തിലാവുകയും ചെയ്തു. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ അഭിപ്രായത്തിനെതിരായി ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അങ്ങ് എന്താണ് ശരിയെന്ന് കരുതുന്നത് ആ രീതിയിൽ പ്രവർത്തിച്ചാലും ഇൻഷാ അല്ലാഹ് അതിൽ തന്നെയായിരിക്കും അനുഗ്രഹം ഉണ്ടായിരിക്കുക. അവിടുന്ന് പറഞ്ഞു, വലിയ ആവേശത്തോടുകൂടി അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഹത്വത്തിന് എതിരായ കാര്യമാണ് ആയുധങ്ങൾ ധരിച്ചതിന് ശേഷം അത് അഴിച്ചുവെക്കുക എന്നുള്ളതും. അള്ളാഹു ഒരു തീരുമാനം എടുക്കുന്നത് വരെ ആയുധങ്ങൾ ധരിച്ചതിന് ശേഷം അത് അഴിച്ചുവെക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഹത്വത്തിന് ചേർന്നതല്ല. അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ കണ്ട് അള്ളാഹുവിന്റെ നാമത്തോടുകൂടി നിങ്ങൾ പുറപ്പെടുക. നിങ്ങൾ സഹനത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കൊപ്പമുണ്ടാകും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തിനു വേണ്ടി 3 പതാകകൾ തയ്യാറാക്കി. ഔസ് ഗോത്രത്തിന്റെ പതാക സെയ്ദ് ബിൻ ഉസൈറിനെ ഏൽപ്പിച്ചു. ഖസ്റജ് ഗോത്രത്തിന്റെ പതാക ഹുബാബ് ബിൻ മുൻസിറിനെ ഏൽപ്പിച്ചു. മുഹാജിറുകളുടെ പതാക ഹദ്റത്ത് അലിക്ക് നൽകി. മദീനയിൽ അബ്ദുള്ള ബിൻ മക്തൂമിനെ ഇമാമുസ്വലാത്തായി നിയമിച്ചു. സഹബാക്കളുടെ വലിയ ഒരു കൂട്ടവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും പുറപ്പെട്ടു. ഔസ് ഖസ്റജിന്റെ ഗോത്രത്തിലെ നേതാക്കൾ സഅദ് ബിൻ മആദ്, സഅദ് ബിൻ ഉബാദ നബിയുടെ സവാരിയുടെ മുന്നിലൂടെ പോകുമായിരുന്നു. ബാക്കി സഹാബാക്കൾ നബിയുടെ വലതും ഇടതും പിന്നിലുമായി സഞ്ചരിച്ചു. ഉഹദ് പർവ്വതം മദീനയുടെ വലതുഭാഗത്തായി ഏകദേശം 3 മൈൽ ദൂരത്താണുള്ളത്. ഇതിന്റെ പകുതി ദൂരം പിന്നിട്ട് ഷെയ്ഖൻ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. ഇത് മദീനയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടെ സൈന്യത്തെ പരിശോധിക്കാനുള്ള കൽപ്പന നൽകി. ജിഹാദിന്റെ ആവേശത്താൽ കൂടെ ഉണ്ടായിരുന്ന പ്രായം കുറഞ്ഞ കുട്ടികളെ തിരിച്ചുവിട്ടു. അബ്ദുള്ള ബിൻ ഉമർ, ഉസാമ ബിൻ സെയ്ദ്, അബൂ സയ്യിദ് ഖുദ്രി തുടങ്ങിയവരെല്ലാം തന്നെ തിരിച്ചുപോയി. റാഫി ബിൻ ഖദീജ് ഈ കുട്ടികളുടെ സമപ്രായക്കാരനായിരുന്നു. എന്നാൽ അസ്ത്രവിദ്യയിൽ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകത കാരണം പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിൽ ശുപാർശ ചെയ്തു ഇദ്ദേഹത്തിന് ജിഹാദിൽ പങ്കെടുക്കാൻ അനുവാദം നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാഫിനെ നോക്കിയപ്പോൾ സൈനികനെ പോലെ ശരീരം ഉയർത്തി നിവർന്നു നിന്നു. ഈ സൂത്രം ഫലിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജിഹാദിൽ പങ്കെടുക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. അപ്പോൾ മറ്റൊരു കുട്ടി സമൂറ ബിൻ ജുന്ദും തന്റെ പിതാവിന്റെ അടുത്തുപോയി എന്ന് പറഞ്ഞു, റാഫിനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും അനുവാദം നൽകണം. കാരണം ഞാൻ റാഫിനേക്കാൾ ബലവാനാണ്. ഗുസ്തിയിൽ റാഫിനെ തോൽപ്പിക്കും. ഉപ്പാക്ക് മകന്റെ ഈ ആത്മാർത്ഥതയിൽ സന്തോഷമുണ്ടായി. മകനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് തന്റെ മകന്റെ ആഗ്രഹം അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യമെങ്കിൽ റാഫിന്റെയും സമൂറിന്റെയും ഗുസ്തി മത്സരം നടത്താം. ആരാണ് കൂടുതൽ ബലവാൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് മത്സരം നടന്നു. സമൂറ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ റാഫിനെ മലർത്തിയടിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂറാക്കും അനുവാദം നൽകി. ഈ കുട്ടിക്കും സന്തോഷമായി. അപ്പോഴേക്കും സമയം വൈകുന്നേരമായിരുന്നു. ഹദ്റത്ത് ബിലാൽ ബാങ്ക് നൽകി. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിന്നിൽ നമസ്കരിച്ചു. രാത്രി മുസ്ലിങ്ങൾ അവിടെ തന്നെ തങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രാത്രി കാവലിനായി മുഹമ്മദ് ബിൻ മുസ്ലിമയെ ഏൽപ്പിച്ചു. അദ്ദേഹം 50 സഹാബാക്കളുമായി സൈന്യത്തിന് ചുറ്റും കാവലിരുന്നു. 2-ാം ദിവസം ശവ്വാൽ ദിവസം 12-ന് 3 ഹിജ്രിയിൽ, അത് മാർച്ച് 21 624 ഹിജ്രി ശനിയാഴ്ച ദിവസമാണ്. പുലർച്ചെ സമയം ഇസ്ലാം സൈന്യം പുറപ്പെട്ടു. വഴിയിൽ നമസ്കരിച്ചുകൊണ്ട് രാവിലെ ആയപ്പോഴേക്കും ഉഹദ് താഴ്വാരയിലെത്തി. ആ സമയം മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ വഞ്ചന കാണിച്ചു. തന്റെ 300 കൂട്ടാളികളുമായി മദീനയിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്റെ അഭിപ്രായം അംഗീകരിച്ചില്ല. അനുഭവ സമ്പത്ത് ഇല്ലാത്ത യുവാക്കളുടെ അഭിപ്രായം അനുസരിച്ച് പുറത്തിറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇവർക്കൊപ്പം യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. പല ആളുകളും ഈ വഞ്ചന ശരിയില്ലെന്ന് മനസ്സിലാക്കി കൊടുത്തെങ്കിലും ഒന്നും ചെവിക്കൊണ്ടില്ല. പറഞ്ഞു, ഇതൊരു യുദ്ധമാണോ? യുദ്ധമാണെങ്കിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഇത് നാശം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾ 700 ആളുകളിൽ പരിമിതമായിരുന്നു. കുഫാരിങ്ങളുടെ 3000 സൈന്യത്തിനു മുന്നിൽ 1/4 ഭാഗത്തേക്കാൾ കുറവായിരുന്നു. യുദ്ധം നടന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല കാര്യങ്ങളുമുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിൽ പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു മർഹൂമിൻ്റെ കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത്. നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. അത് ബഹുമാന്യ ഖാജ ബഷീറുദ്ദീൻ ഖമർ സാഹിബിൻ്റേതാണ്. മർഹൂം മൗലാന ഖമറുദ്ദീൻ സാഹിബിൻ്റെ മകനായിരുന്നു. ഒക്ടോബർ 10 86 വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം 1933 ഖാദിയാനിലാണ് ജനിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ മൗലാന ഖമറുദ്ദീൻ സാഹിബിൻ്റെ പുത്രനായിരുന്നു. മൗലവി ഖമറുദ്ദീൻ സാഹിബിനെ ഹസ്രത്ത് മുസ്ലിം മൗദ് റഹ്മത്തുള്ളാഹു മജ്ലിസ് ഖുദ്ദാം അഹ്മദിയയുടെ ആദ്യ സദറായി നിയമിച്ചിരുന്നു. മർഹൂം ഹസ്രത്ത് മിയാം ഹയാദ്ദീൻ സാഹിബ് റഹ്മത്തുള്ളാഹുവിൻ്റെ പേരക്കുട്ടിയായിരുന്നു. അതുപോലെ നമ്മുടെ UK അമീർ സാഹിബിൻ്റെ മാമൂം ആയിരുന്നു. ഹദരത്ത് മിയാം ഹയാദ്ദീൻ സാഹിബ് റഹ്മത്തുള്ളാഹിനെയും തൻ്റെ 2 സഹോദരനെയും കുറിച്ച് ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുന്നു, 5 ആദമിൽ ഞാൻ എൻ്റെ ജമാഅത്ത് അംഗങ്ങളുടെ ആത്മാർത്ഥതയിലും കൂറിലും ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. മിയാം ജമാലുദ്ദീൻ ഖൈറുദ്ദീൻ ഇമാമുദ്ദീൻ കശ്മീരി എൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ്. ഈ 3 ദരിദ്ര സഹോദരങ്ങളും ചന്തയിൽ വളരെ അധികം കൃത്യത പാലിച്ചിരുന്നു. മറ്റൊരു അവസരത്തിൽ ഒരു ചന്തയുടെ തഹരീക്ക് വന്നു. ഇവർ 3 പേരും അതിലോട്ട് ചന്ത വളരെ താല്പര്യത്തോടെ കൊടുക്കുകയുണ്ടായി. ഇവരെ സംബന്ധിച്ച് പറഞ്ഞു, ഈ 3 പേരും ദുനിയാവിലെ സമ്പത്തിനെ വിലവെക്കാതെ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ പോലെ എന്തൊന്നാണോ വീട്ടിലുള്ളത് അതെല്ലാം കൊണ്ടുവന്നിരുന്നു. ബയ്യത്ത് നിബന്ധനയിൽ പറഞ്ഞ പോലെ അവർ ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകി. ഖാജ സാഹിബ് അവരുടെ പരമ്പരയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം പാകിസ്ഥാൻ ഹിജ്റത്തിന് ശേഷം കുറച്ചുകാലം പാകിസ്ഥാൻ എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ചു. 1958 UK വന്നു. 33 വർഷം ബ്രിട്ടീഷ് എയർവേസിൽ ജോലി ചെയ്തു. അദ്ദേഹത്തിന് ദീനീ സേവനത്തിന് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഡ്യൂട്ടി രാത്രിയിൽ ചെയ്യുകയും പകല് സമയം ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഏകദേശം ദീനിനു വേണ്ടി സേവനത്തിനു വേണ്ടി അദ്ദേഹം കഴിച്ചുകൂട്ടി. പല ഭാരവാഹിത്വത്തിലും അദ്ദേഹം നിയമിതനായി. 7 വർഷത്തോളം ഖുദ്ദാം അഹ്മദിയുടെ സദറായി ആദ്യ UK ഖായിദായി സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ഈ സമയത്ത് ഖാദിമ്യങ്ങളെല്ലാവരും മർക്കസിന്റെ കീഴിലായിരുന്നു. ആ സമയത്ത് ഖുദ്ദാമിന്റെ സദറായിരുന്നു. പിന്നീട് അതിൻ്റെ കൂടെ നാഷണൽ ജനറൽ സെക്രട്ടറി മാല്, സെക്രട്ടറി റിഷ്താനാത്ത, ഉമൂർ ആമ, നായിബ് അഫ്സർ ജൽസാഗാഹ് എന്നീ പദവികളിലും സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. ഖാജ സാഹിബ് അനേകം കഴിവുള്ള ഒരാളായിരുന്നു. ഖിലാഫത്തിനോട് അതിരറ്റ സ്നേഹമായിരുന്നു. പണ്ഡിതന്മാരെയും മുറബിമാരെയും ജമാഅത്തിന്റെ ഭാരവാഹികളെയും വളരെയധികം ബഹുമാനിച്ചിരുന്നു. നല്ല വ്യക്തിത്വമായിരുന്നു. തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. ജമാഅത്തായി നമസ്കരിക്കുന്ന ശീലമുള്ള ആളായിരുന്നു. ചന്തയിലും സദക്കയിലും കൃത്യതയുള്ള ആളായിരുന്നു. കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയായിരുന്നു. വലിയവരെയും ചെറിയവരെയും ബഹുമാനിച്ചിരുന്നു. ദുആ ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയുമായിരുന്നു. ഒരു മകനും 2 പെൺമക്കളുമാണുള്ളത്. ഒരു സഹോദരിയും 3 സഹോദരങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ പേരമകൻ കാസിം മൊയിൻ മുറബിയാണ്. ഇപ്പോൾ MTA സേവനമനുഷ്ഠിക്കുന്നു. കാസിം മൊയിൻ സാഹിബ് പറയുന്നു, ശനിയും ഞായറും ദിവസങ്ങളിൽ വല്ലുപ്പായുടെ വീട്ടിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. ഓരോ ആഴ്ചയിലും അടുത്ത് ഇടപഴകാനുള്ള അവസരം ലഭിച്ചു. അധികവും അദ്ദേഹത്തിന്റെ റൂമിലാണ് ഉറങ്ങിയിരുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും നഫൽ നമസ്കരിക്കുമായിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹം ഉറങ്ങാൻ കിടന്നത്. വളരെ സുദീർഘമായി ആത്മാർത്ഥതയോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങളും.
താജുദ് കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ഫജർ നമസ്കാരത്തിന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിരുന്നു. അത് എഴുതുന്നു, വളരെ സൗമ്യ പ്രകൃതക്കാരനായിരുന്നു. ഒരിക്കലും ഞങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നില്ല. ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് എന്നോട് ദേഷ്യപ്പെട്ടത്. ആ സംഭവം ഇപ്രകാരമാണ്. ഞാൻ 4ാം ഖിലാഫത്ത് കാലത്ത് എൻ്റെ ആ കുട്ടിക്കാലത്തിൻ്റെ അറിവില്ലായ്മ കാരണം അദ്ദേഹത്തോട് ചോദിച്ചു, അടുത്ത ഖലീഫ ആരായിരിക്കും? ഇത് കേട്ട് വല്യപ്പ വളരെ അധികം ദേഷ്യപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംസാരം ഒരിക്കലും ഉണ്ടാവരുത്. അതുകാരണം എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ ഖിലാഫത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ടായി. ഖിലാഫത്തുമായി വളരെ അധികം സ്നേഹമായിരുന്നു. കൃത്യമായി കത്തെഴുതാറുണ്ടായിരുന്നു. ഞാൻ ഇവിടേക്ക് പുറപ്പെടുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ക്യാൻസർ രോഗം ആയിട്ടുകൂടി വളരെയധികം ക്ഷമയോടും സ്ഥൈര്യത്തോടും കൂടി കഴിച്ചുകൂട്ടി. വളരെ ധൈര്യത്തോടെ എല്ലാ കാര്യവും പറഞ്ഞു. അള്ളാഹു മഗ്ഫിറത്തോടു കൂടി പെരുമാറട്ടെ. മക്കൾക്കും കുടുംബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നന്മയെ പിന്തുടരാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.